ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ച് ദ നറേറ്റീവ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. സൂയിസൈഡ് പ്രിവെൻഷനിൽ തുറന്നുള്ള സംസാരത്തിന്റെയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ കുറയ്ക്കുന്നതിന്റെയും ആവശ്യകത ആണ് ഈ ഒരു തീമിലൂടെ മുന്നോട്ട് വെക്കുന്നത്. പ്രായഭേദമന്യേ കൂടി വരുന്ന ഒന്നാണ് ആത്മഹത്യകൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു വർഷം ലോകത്തിൽ ആത്മഹത്യ ചെയ്യുന്നവർ 7 ലക്ഷത്തോളം പേരാണ്. ലോകവ്യാപകമായി കൗമാരക്കാരുടെ മരണകാരണം നോക്കിയാൽ അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതും ആത്മഹത്യയാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് 2022 കണക്കനുസരിച്ച് 1 ലക്ഷം പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് 12.4 ആൾക്കാരാണ്. എന്നാൽ കേരളത്തിലേക്ക് വന്നാൽ 4ാം സ്ഥാനത്താണ്, ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. ലോകത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ 12.4 ആണ് 1 ലക്ഷത്തിൽ മരണം ആത്മഹത്യ കാരണം ഉള്ളത് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് 28.5 ആണ്. 1 ലക്ഷത്തിൽ 28.5 പേരാണ് ആത്മഹത്യ കാരണം മരണമടയുന്നത്. 2022 കണക്കുകൾ അനുസരിച്ച് നമുക്കറിയാം എത്രയോ കൂടുതലാണ് കണക്കുകൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ പിന്നിൽ 20ഓളം ആത്മഹത്യാ ശ്രമങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ ആത്മഹത്യ കാരണം മരിച്ചാൽ ആ ഒരു സമയത്ത് 20ഓളം പേര് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എത്രയോ കൂടുതൽ പേരുടെ മനസ്സിലായിരിക്കും ആത്മഹത്യാ ചിന്തകൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അത്രത്തോളം വ്യാപകമായ ഒരു ബുദ്ധിമുട്ടാണ് ആത്മഹത്യ എന്നുള്ളത്. ഒരു വ്യക്തി ആത്മഹത്യ കാരണം മരിച്ചാൽ അത് ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഒരു 100ഓളം പേരെ അത് ബാധിക്കുന്നു എന്നുള്ളതും അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു നിമിഷം, ആ നിമിഷത്തെ തരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് കലാശിക്കുന്നത്. ആത്മഹത്യാ പ്രവണത കൂടുതൽ സ്ത്രീകളിലാണെങ്കിലും അത് ചെയ്ത് വിജയിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. എന്താണ് ഈ ഒരു ജെൻഡർ ഡിഫറൻസിന് കാരണം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പറയേണ്ടത് മെത്തേഡ് ഓഫ് ചോയ്സിലുള്ള വ്യത്യാസങ്ങളാണ്. പുരുഷന്മാർ സ്പോട്ട് ഡെത്തിന് കാരണമാകുന്ന തൂങ്ങി മരണം, കൊക്കയിലേക്ക് ചാടൽ, റെയിലിന് തലവെക്കൽ പോലെയുള്ളവയാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എന്നാൽ സ്ത്രീകളാവട്ടെ മരുന്നുകൾ കൂടുതലായി കഴിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പ്രതിരോധ പ്രവർത്തനവും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലും അതിജീവനവും ഒക്കെ സാധ്യമായ ഒരു കാര്യമാണ് സ്ത്രീകൾ കൂടുതലായി ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു സൂയിസൈഡ് ചെയ്ത് സക്സസ്ഫുൾ ആവുന്നതിൽ നിന്നും സ്ത്രീകളെ പിന്നോട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേറ്റ് സ്ത്രീകളിൽ കുറഞ്ഞ് നിൽക്കുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയാണ്. അതായത് പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷന്മാർ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം, പുരുഷന്മാർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ പാടില്ല പോലെയുള്ള വളരെയധികം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയാൽ പോലും അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് മാറുന്നു. അതും ആത്മഹത്യ കൂടുതലായിട്ട് അവരിലേക്ക് വരാനുള്ള കാരണം ആകുന്നുണ്ട്. അടുത്ത 3ാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അമിത ഉപയോഗമാണ്. സ്ത്രീകൾ അത് ഉപയോഗിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കുറവാണ്. പുരുഷന്മാർ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ഒരു കുറുക്ക് വഴിയാണ് ആത്മഹത്യ എന്നുള്ളത്. പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്കൊരു ടണൽ വിഷൻ ആയിരിക്കും. മറ്റനേകം പോംവഴികൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സ് അതിലേക്കൊന്നും പോകാതെ ആത്മഹത്യയാണ് ഇതിനൊരു പ്രതിവിധി, ആത്മഹത്യ മാത്രമേ ഇതിനൊരു പ്രതിവിധി ഉള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിലേക്ക് പോകാനും കാരണമാകുന്നു. ബുദ്ധിമുട്ട് ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ജീവിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും. ഒരു നിമിഷമെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ലാത്തവരും വളരെ കുറവായിരിക്കും. പക്ഷേ കൂടുതൽ പേരും അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് വരുന്നു. പക്ഷെ കുറച്ചു പേര് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. അതിന്റെ കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഒരു വ്യക്തി ഇനി മുന്നോട്ട് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പറയേണ്ടത് മാനസിക അസുഖങ്ങളാണ് എന്നുള്ളതാണ്. 60-70% ആത്മഹത്യകളുടെയും പിന്നിൽ ഒരു മാനസിക അസുഖമുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഡിപ്രഷൻ, വിഷാദമാണ് ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അഡിക്ഷൻ, അത് മരുന്നുകളായാലും അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള സബ്സ്റ്റൻസ് ആയാലും, പിന്നെ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ആയാലും ഒക്കെ, അഡിക്ഷൻസ് ഒക്കെ ഇതിനകത്ത്, ഗെയിം അഡിക്ഷൻ, ബ്ലൂ വെയിൽ പോലെയുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. അതുപോലെ റമ്മിയൊക്കെ കളിച്ച് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടമായിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നവരൊക്കെ നമ്മൾ ഈ അടുത്ത് പല ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്.
അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഹോപ്പ്ലെസ്നെസ് ആണ്. ജീവിതം ഇനി ഒരിക്കലും നേരെ ആവില്ല, അല്ലെങ്കിൽ എനിക്കിനി പഴയതുപോലെ സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ അത് ആത്മഹത്യയിലേക്ക് കലാശിക്കുന്നു. അടുത്ത ഒരു പ്രശ്നം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്കപ്സ് ഉണ്ടാവുന്നു, ഡിവോഴ്സ് ഉണ്ടാവുന്നു, സെപ്പറേഷൻ ഉണ്ടാവുന്നു, അതൊക്കെ ആത്മഹത്യയിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്നതിന്റെ കാരണങ്ങളാവാറുണ്ട്. അടുത്തത് മീഡിയ എക്സ്പോഷർ. മീഡിയ രണ്ട് തരത്തിൽ പ്രവർത്തിക്കും. ആത്മഹത്യയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതും അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ മാർഗങ്ങളെ പറ്റി പറയുന്നതൊക്കെ സൂയിസൈഡ് റേറ്റ് കുറച്ച് വെക്കും എന്നുണ്ടെങ്കിൽ, ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സീരിയൽ അല്ലെങ്കിൽ സിനിമ സീനുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നവരുടെ മനസ്സിൽ എങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ അത് കാരണമാകാറുണ്ട്. പല സിനിമകളിലും അല്ലെങ്കിൽ സീരിയലുകളിലും ഒക്കെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന നായകൻ അല്ലെങ്കിൽ നായിക ആത്മഹത്യയെ പറ്റി അഭയം പ്രാപിക്കുന്ന ഒരു സീനുകളൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാറുണ്ട്. അത് ആത്മഹത്യാ സാധ്യത കൂട്ടാനായിട്ട് കാരണമാകും. മറ്റൊരു കാരണം പറയുവാണെങ്കിൽ, കല്യാണം ഒരുപാട് കാലമായിട്ട് നടക്കാതിരിക്കുന്നവർ, അല്ലെങ്കിൽ ജോലി കിട്ടാത്തവർ, ജോലി നഷ്ടമായവർ, അല്ലെങ്കിൽ ഒരുപാട് കടബാധ്യത ഉണ്ടാക്കിയവർ, അവരൊക്കെ തങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും അതുവഴി ആത്മഹത്യയാണ് ഇനി നമുക്ക് പ്രതിവിധി എന്നുള്ളൊരു തോന്നൽ വരികയും ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പല കാരണങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും 60-70% ആത്മഹത്യകളുടെ പിന്നിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള ഒന്നാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ ആത്മഹത്യ കാരണം ഇല്ലാതാവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. 100% തടയാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും വലിയൊരളവിൽ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരിൽ കൂടുതൽ പേരും ചില വാർണിംഗ് സൈൻസ് കാണിക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റെപ്പ് അവിടെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ ആത്മഹത്യ കാരണം നഷ്ടമാകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്നവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ? സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്, പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്, വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ മരണത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുക, മരണ രീതികൾ, പല മാർഗങ്ങളെ പറ്റി ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ആത്മഹത്യയെ പറ്റി സംസാരിക്കുക, പ്രതീക്ഷ നഷ്ടമായ രീതിയിൽ സംസാരിക്കുക, ഒറ്റപ്പെട്ടു പോയി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല പോലെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഉറക്കം കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ അല്ലെങ്കിൽ കുറവ്, മദ്യവും മയക്കുമരുന്നൊക്കെ കൂടുതലായിട്ട് അമിതമായി ഉപയോഗിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക, ഉൾവലിയുക, മരിക്കാൻ പോകുന്ന വ്യക്തി ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക, അതായത് വില്ല് എഴുതി വെക്കുക, അസാധാരണമായ രീതിയിൽ ഗുഡ് ബൈ പറയുക, അസാധാരണമായ രീതിയിൽ ക്ഷമ ചോദിക്കുക, ഇതൊക്കെ ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് ഏൽപ്പിക്കുക, ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആണ്. അതുപോലെ വൈകാരികമായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കടം, നിരാശ, ഉത്കണ്ഠ, നിർവികാരത, ചിരിക്കാൻ സാധിക്കാതിരിക്കുക, ഇതൊക്കെ വൈകാരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമ്മളുടെ ഒരു സുഹൃത്തോ നമ്മളുടെ ഒരു റിലേറ്റീവോ കാണിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലി മെമ്പറോ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് പെടുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമുക്ക് അവരോട് തുറന്ന് ചോദിക്കാം. നിങ്ങൾ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് തുറന്ന് ചോദിക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് തുറന്ന് ചോദിക്കാനായിട്ട് മടിയാണ്. ഒരു തെറ്റിദ്ധാരണ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ആത്മഹത്യയെ പറ്റി തുറന്നു ചോദിച്ചാൽ അത് അവരിൽ ആത്മഹത്യാ പ്രേരണ കൂട്ടും എന്നുള്ളത്. സത്യത്തിൽ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തുറന്നു ചോദിക്കുന്നത് അവരിൽ അത് കൂട്ടില്ല, ആത്മഹത്യാ പ്രേരണ കൂട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് മറ്റൊരാൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടവരിൽ നടത്തിയ പഠനത്തിൽ കൂടുതൽ പേരും പറയുന്നത്, അതിന് ശ്രമിക്കുന്നതിന് തൊട്ടു മുന്നേ വരെയെങ്കിലും ആരെങ്കിലും ഇതിന്റെ പ്രശ്നം എന്താണ്, നിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പരിഹാര മാർഗങ്ങളെ പറ്റി സംസാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അതിലേക്ക് പോകില്ല എന്നുള്ളതാണ്. സോ നമ്മളുടെ ഒരു സുഹൃത്തോ ഫാമിലി മെമ്പറോ ആരെങ്കിലും, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ വാർണിംഗ് സൈൻസ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കാനായിട്ട് മടി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. ആരെങ്കിലും ഒരാൾ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ട്, അല്ലെ അത് പറയുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആത്മഹത്യയെ പറ്റി സംസാരിക്കുന്നവർ അത് ചെയ്യില്ല, ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നൊക്കെ പറയുന്നത് പോലെ.
സത്യത്തിൽ അതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. അവരതിനെപ്പറ്റി സംസാരിക്കുന്നത്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിലായിരിക്കാം. എന്നെ ഒന്ന് രക്ഷിക്കൂ, എനിക്ക് രക്ഷപ്പെടണം ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഒരിക്കലും അത് തള്ളിക്കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക. നോൺ ജഡ്ജ്മെന്റലായിട്ട് അവരെ വിധിക്കാതെ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ, ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണോ നീ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിക്കാതെ. അതായത് നമുക്ക് ചിലപ്പോൾ അത് നിസാരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം, പക്ഷെ അവർക്ക് അവരുടെ ജീവൻ തന്നെ വേണ്ട എന്ന് വെക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നമാണത്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമുക്കത് വിധിക്കാനുള്ള ആളല്ല നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കുകയും അവരെ വിധിക്കാതെ അത് കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആ ഒരു പ്രശ്നത്തിന് മറ്റുള്ള എന്തെങ്കിലും പോംവഴികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുകയോ ജഡ്ജ് ചെയ്യുകയോ ചെയ്യാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് തള്ളിക്കളയാതിരിക്കുക. ഒരാൾ ആത്മഹത്യാ പ്രവണത പറയുന്നത് നമ്മൾ തള്ളിക്കളയാതിരിക്കുക. 2, എന്നാ നീ ഒന്ന് ചെയ്ത് കാണിക്കുക എന്ന് വെല്ലുവിളിക്കാതിരിക്കുക. 3, പലപ്പോഴും അവർ നമ്മളോടത് പറയുന്നത് ആരോടും പറയരുത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവരത് ചെയ്യില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളത് അവരുടെ വീട്ടുകാരോട് പറയാതിരിക്കരുത്. തീർച്ചയായിട്ടും വീട്ടുകാരെയും കൂടെ ഇൻവോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് അവരെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ എൻവയോൺമെന്റിൽ നിന്നും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുക. മരുന്നുകൾ, മണ്ണെണ്ണ, കത്തി, കയർ പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് അടുത്തൊന്നും കിട്ടാത്ത രീതിയിൽ ഇതൊക്കെ എടുത്ത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവരോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കീപ്പ് ഇൻ ടച്ച്. ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യാ പ്രവണത കൂടുന്നത് എന്നുള്ളത്. സോ അവരുടെ ആ ഒരു ആത്മഹത്യാ ടെൻഡൻസി മാറുന്നത് വരെ അവർ ഒറ്റയ്ക്കിരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സോ അവർ ഇപ്പോൾ ബാത്റൂമിൽ പോയാൽ പോലും കതവ് കുറ്റിയിട്ട് ഒരുപാട് നേരം ഇരിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക. കുറ്റിയിടാതിരിക്കാനായിട്ട് ഞാൻ പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. റൂമിലായാലും ബാത്റൂമിലായാലും കതവ് കുറ്റിയിട്ടിരിക്കാതിരിക്കാനായിട്ട് ഈ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇരിക്കാതിരിക്കാനായിട്ട് പറയാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്, ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിന്റെ പേരിലും ഒരുപാട് ടാബു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ, മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ എൻഡ് ഓഫ് ലൈഫ് ആയിട്ടൊക്കെ കണക്കാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഇന്നുമുണ്ട്. സോ അതങ്ങനെയല്ല എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും, നമ്മളുടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ആ സഹായം തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ സഹായം തേടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു കടമയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇനി ഒരിക്കലും നമ്മളുടെ ഒരു കുടുംബാംഗത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെയോ നമുക്ക് അവരുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരാളുടെ ജീവിതം ആത്മഹത്യ കാരണം ഇല്ലാണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.